ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള കാസർഗോഡൻ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. രണ്ട് രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുള്ള കടുമ്പും ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഉണക്ക ചെമ്മീനിട്ട മുരിങ്ങക്കൊമ്പ് കറിയും അതുപോലെ പച്ച ചെമ്മീനിട്ട മുരിങ്ങക്കൊമ്പ് കറിയും പിന്നെ ഇതിൻ്റെ കൂടെ നല്ല പഞ്ഞി പോലത്തെ പോള എന്ന് പറയും ഞങ്ങളിതിന്, ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും, നിങ്ങൾക്ക് ഏതാണോ അതെടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് മുരിങ്ങക്കയും പച്ച ചെമ്മീനും ഇട്ട് വെച്ച നല്ലൊരു കാസർഗോഡൻ സ്റ്റൈലിലുള്ള കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴേക്കും ചെമ്മീൻ ചേർത്ത് കൊടുത്താൽ മതി. ചെമ്മീൻ അധികം വേവില്ലല്ലോ, അപ്പോൾ ആദ്യം ഇതൊന്ന് വേവട്ടെ. ഞങ്ങൾ ഈ ഒരു മുരിങ്ങക്കായ ഇതിനെ മുരിങ്ങക്കൊമ്പ് എന്നാണ് കേട്ടോ പറയാറുള്ളത്. നിങ്ങളൊക്കെ കാസർഗോഡ് നിന്ന് പുറത്തുള്ളവരൊക്കെ മുരിങ്ങക്കായ അതുപോലെ മുരിങ്ങക്കോല് എന്നൊക്കെയല്ലേ പറയുന്നത്. ഞങ്ങൾ മുരിങ്ങക്കൊമ്പ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്കിത് വേവാനായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് ഉണക്കമുളക് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ഒരു 5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 പാകം സവാളയൊക്കെ മതിയാകും. വലിയ സവാളയാണെങ്കിൽ 1/4 പാകം മതി, ചെറുതാണെങ്കിൽ പകുതി എടുക്കുക. എന്നിട്ടിത് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അരഞ്ഞ് വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച മുരിങ്ങക്ക വെന്തിട്ടുണ്ട് പാകത്തിന്. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/2 കിലോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. 1/2 കിലോനേക്കാളും കുറച്ച് കുറവായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കിലോ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 350 ഗ്രാമൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ ഒരു ചെമ്മീൻ ചേർത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഇനി ഇത് ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഈ ഒരു ചെമ്മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ തന്നെ വെന്ത് വരും. പിന്നെ ഇതിലോട്ട് നമ്മൾ അരപ്പും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് ബ്ലെൻഡറിലാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഈ ഒരു ബ്ലെൻഡറിൽ അരച്ചെടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെമ്മീൻ ചേർക്കുന്ന കൊണ്ട് ഒരു 1/4 ടീസ്പൂണൊക്കെ മതി, ഒരുപാടൊന്നും വേണ്ട. 1/4 ടീസ്പൂൺ വരുന്ന അളവിൽ മാത്രം പുളി ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച ഈ ഒരു ചെമ്മീൻ മുരിങ്ങക്ക ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇത് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ഇതിനേക്കാളും നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒരു ഇച്ചിരി മാത്രം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് നമ്മൾ ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിൻ്റെ അത്രയും മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരിച്ചിരി വെള്ളവും അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കാസർഗോഡൊക്കെ കൂടുതൽ കറി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അങ്ങനെ തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കും. പിന്നെ ഇങ്ങനത്തെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അങ്ങനെ ചേർക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കൂടുതലും കാസർഗോഡൻ കറി എന്ന് പറയുന്നത്. ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് രീതിയിലുള്ള കാസർഗോഡൻ വിഭവങ്ങൾ. പിന്നെ ഈ ഒരു ചെമ്മീനും മുരിങ്ങക്കൊമ്പും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുരിങ്ങക്ക കുറേ രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതുപോലെ മുരിങ്ങക്ക വെച്ചിട്ടും വെള്ളിരിക്ക വെച്ചിട്ടും പിന്നെ വൈറ്റ് പംകിൻ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മുരിങ്ങക്കയും ചെമ്മീനും കൂടെ രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണക്ക ചെമ്മീനൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്. എന്തായാലും ഒരിക്കലും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ
വെള്ളപ്പം അങ്ങനത്തെ അപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറിയുടെ കൂടെ. സാധാരണ ഞങ്ങൾ കടുമ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതിലോട്ട് വെള്ളപ്പം ചെയ്യുമ്പോൾ അതുപോലെ ഞങ്ങൾ പോള എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കാസർഗോഡുള്ളവരും ഈ ഒരു രീതിയിൽ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പോള എന്ന് പറയും ഞങ്ങൾ. അപ്പോൾ ഇതിലേക്കുള്ള കൂട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഞാൻ ഇതിൻ്റെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാനിത് പറയാം. ഇതിലേക്കുള്ള മാവ് എന്ന് പറയുന്നത് 2 കപ്പ് അരിയും അതുപോലെ 1.5 കപ്പ് ചോറും. 2 കപ്പ് അരിക്ക് 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ മാത്രം ഇഡലി മാവുണ്ടല്ലോ, നമ്മൾ പുളിച്ച മാവ് ഏതാണെങ്കിലും, വെള്ളപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ മാവോ ഇഡലിയുടെ മാവോ ഏത് മാവാണെങ്കിലും കുഴപ്പമില്ല. പുളിച്ച മാവ് ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് രാത്രി അരച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാറുള്ള ഒരു തട്ടിക്കൂട്ടൽ വെള്ളപ്പൊക്കെ ചെയ്തെടുക്കാറുണ്ട്. അത് വെച്ചിട്ട് തന്നെ പോള എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാറുള്ള 2 കപ്പ് പച്ചരിക്ക് 1 കപ്പാണ് മൊത്തത്തിൽ ചോറും തേങ്ങയും കൂടെ. ആ ഒരു രീതിയിൽ അതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ അതും കൂടി നോക്കിക്കോളൂ. അപ്പോൾ ഇതിപ്പോൾ പാന് നല്ല ചൂടായ ശേഷം ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഫുള്ളിങ്ങനെ ഹോൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇനി വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ തപ്പം എന്നൊക്കെ പറയുന്നില്ലേ, പോള എന്ന് ഞങ്ങൾ പറയും. ഓട്ടുപോളയല്ല കേട്ടോ, അത് വേറെയാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലോട്ട് ഉഴുന്ന് പിന്നെ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു ഇഡലി മാവിൻ്റെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, പുളിച്ച മാവ്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒറ്റ വീഡിയോയിൽ പലതരം ദോശ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പലതരം ഓട്ടുപോളയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേറെയാണ് കേട്ടോ. ഓരോന്നും ചെയ്യുന്ന രീതിയിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് മാവ് നമുക്ക് പൊങ്ങി വരും. നമ്മൾ പിന്നെ രാവിലെ വരെ വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് മാവ് പൊങ്ങി വന്നാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ അതും സെയിം ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ കൂടുതലും അങ്ങനെയും ചെയ്ത് വെക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയും അരച്ച് വെക്കാറുണ്ട്. നമുക്ക് രാവിലെയൊക്കെ എളുപ്പമാകുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു പോളയും ഇതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിലല്ല, മറ്റേ ഞാൻ ഈസ്റ്റ് ചേർത്തിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് വെള്ളപ്പം പോലെ നമുക്ക് ചുറ്റിച്ചും ചുട്ടെടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളപ്പം പോലെ അങ്ങനെ ചുറ്റിച്ചെടുക്കാറില്ല ഈ ഒരു പോള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മുമ്പും ഇത് അപ്ലോഡ് ചെയ്തിട്ട് കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോളയുടെ റെസിപ്പി ഈ മുരിങ്ങക്കയും ചെമ്മീനും കൂടെ ചേർത്തിട്ടുള്ള കറി ആദ്യമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് രണ്ടും കൂടെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഉണക്ക ചെമ്മീനിട്ട് കറി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും മുരിങ്ങക്കൊമ്പ് എടുത്തിട്ടുള്ളത് ഒരു 4 എണ്ണം തന്നെയാണ്. 4 എണ്ണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ള മുരിങ്ങക്കയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു പകുതി സവാള, സവാളയല്ല തക്കാളിയാണ്, പകുതി തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴേക്കും ഇതിലോട്ട് ഉണക്ക ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലും ചെറിയ വ്യത്യാസമുണ്ട്, ടേസ്റ്റിൻ്റെ കാര്യത്തിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും 2 ടേസ്റ്റാണ്. ഏകദേശം ചെയ്യുന്ന രീതിയൊക്കെ ഏകദേശം സിമിലാരിറ്റി തന്നെയാണ്, ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും. അപ്പോൾ നമുക്കിത് വെന്ത് വരുമ്പോഴേക്കും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക ചെമ്മീനാണ്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. 1/2 കപ്പോളം ഉണക്ക ചെമ്മീൻ എടുക്കാം കേട്ടോ. 1/2 കപ്പോളം എടുത്ത് കഴുകി ഇതാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഇത് വൃത്തിയാക്കി വെച്ചിട്ട് ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് 1/2 കപ്പോളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് കഴുകി എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നും കൂടെ നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. അപ്പോൾ ചെറിയൊരു രീതിയിൽ മാറ്റമുണ്ട് നമ്മൾ നേരത്തെ അരച്ചതും ഈ ഒരു അരപ്പും. ഇനി ഇതിലോട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നത്, ഇപ്പോൾ ഞാൻ നല്ലോണം ചെറിയ മുളകായതുകൊണ്ട് ഒരു
5 6 ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 4 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് അങ്ങനെ ഉണക്കമുളകൊക്കെ അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കില്ല, ഒരു ലൈറ്റായിട്ടുള്ള കറിയാണ്. പിന്നെ ഒരു പകുതി കാൽഭാഗം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, സവാള ഒരു ചെറിയ സവാളയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാൽഭാഗം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല മഷി പോലെ അരച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് പുളി ചേർക്കുന്നില്ല, നമ്മൾ നേരത്തെ പച്ച ചെമ്മീനിലോട്ട് ഒരു ഇച്ചിരി പുളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഇതിലോട്ട് ഒട്ടും ചേർത്ത് കൊടുക്കാറില്ല. പിന്നെ അരഞ്ഞ് വരുമ്പോഴേക്കും ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച മുരിങ്ങക്കയും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ഒരിച്ചിരി വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണക്ക ചെമ്മീനിൽ ഉപ്പുണ്ട്, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പിൻ്റെ അംശമൊക്കെ കൂടുതലുണ്ടാവും. ഇനി നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, പോരാന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിനുള്ള കറിയായിട്ടുണ്ട്. ഈ ഒരു ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കയും ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. കാസർഗോഡുകാരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഒരു കറിയും ഞങ്ങൾ കടുമ്പും എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പോളയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ കാസർഗോഡുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള കടുമ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന അരിപ്പൊടി വെച്ചിട്ടാണ്. ഇത് സാധാ പത്തിരിപ്പൊടിയാണ്, ഞങ്ങളെ കാസർഗോഡൻ പത്തലിൻ്റെ പൊടിയാണ്. കാസർഗോഡൻ പത്തലിൻ്റെ പൊടി വേറെയാണ്, നൈസ് പത്തിരി അല്ല. അപ്പോൾ ഇതിലോട്ടൊരു 2 കപ്പ് അല്ലെങ്കിൽ 3 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും അതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വാട്ടിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ചെറിയൊരു ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി, ഇതിപ്പോൾ കടുമ്പല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്, ഞങ്ങൾ സെയിം പത്തിരി ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കടുമ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ഇച്ചിരി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പൊക്കെ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ലോണം ഹാർഡായിട്ടല്ല, ഒരു ഇച്ചിരി സോഫ്റ്റായിട്ട് അയവിൽ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി, അങ്ങനെ അരച്ച് ഇതാക്കി എടുക്കണമെന്നില്ല. പിന്നെ വേറെ രീതിയിലും ചെയ്യാറുണ്ട്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് തേങ്ങയും അതുപോലെ സവാള ചെറിയ ജീരകമൊക്കെ ചേർത്ത് ക്രഷ് ചെയ്തിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പിൻ്റെ അടുത്ത് ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ. അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന്. ഇനി നമുക്കിത് കടുമ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾ സാധാരണ കടുമ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ റൗണ്ടായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നേരത്തെ തേങ്ങ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് തേങ്ങയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ കാണാനും കഴിക്കാനും ഒക്കെ ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഞങ്ങൾ കൂടുതലും കാസർഗോഡ് ചെയ്യാറുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു കടുമ്പ്. മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എന്താ ഈ ഒരു കടുമ്പ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ഈ ഒരു കടുമ്പിനൊക്കെ ഞങ്ങൾ കൂടുതലും ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇതുപോലുള്ള നേരത്തെ ചെയ്ത നമ്മൾ ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കയും ഒക്കെ ഇട്ടിട്ടുള്ള കറിയും, എന്ത് കറിയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കടുമ്പിൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കടുമ്പ് ഒന്ന് പൊടിച്ച് കറിയിലൊക്കെ ഒന്ന് കുഴച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ സാധാ കഴിക്കാറുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ, കാസർഗോഡൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ ഒരു പത്തിരിപ്പൊടി ഞങ്ങൾ കൂടുതലും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ മില്ലിലൊക്കെ കൊടുത്ത് പൊടിപ്പിച്ചൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട്. അപ്പോൾ പത്തിരിപ്പൊടിയൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ്. പല വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാറുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ കമൻ്റായിട്ടൊക്കെ അറിയിക്കുക ഈ ഒരു കടുമ്പ് കാസർഗോഡ് നിന്ന് പുറത്തുള്ളവർ കഴിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.